പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനത്തിൽ കുറവ്. കഴിഞ്ഞ തവണ 77.77% പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലത്തിൽ ഇത്തവണ 73.32% പേർ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പോളിംഗ് കുറഞ്ഞാലും വിജയപ്രതീക്ഷ കൂടുതലാണെന്നാണ് മുന്നണികളുടെ കണക്കുകൂട്ടൽ. ഇക്ബാൽ അറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഉഷ്ണതരംഗം ഉൾപ്പെടെ പല പ്രതികൂല ഘടകങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ ആയിരുന്നില്ല പാലക്കാട്ടെ പോളിംഗ് ശതമാനം. ഇത്തവണ ചൂട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് വോട്ടർമാരെല്ലാം അതിരാവിലെ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ രാവിലെ 11 മണിക്ക് ശേഷം വോട്ടിംഗ് പാറ്റേൺ അതൊരു മന്ദഗതിയിലേക്ക് കടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഉച്ചയ്ക്ക് ഏകദേശം ഒരു 1:30 മണി വരെ കാര്യമായി തന്നെ വോട്ടിങ്ങിലും അതുപോലെ തന്നെ പോളിംഗിലുമെല്ലാം ഒരു കുറവാണ് കാണാൻ സാധിച്ചത്. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠനും അതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ, മന്ത്രിമാരായ MP രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ജില്ലയിലെ പല ഭാഗങ്ങളിലും ഉള്ള ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. സിനിമാ താരം ഉണ്ണി മുകുന്ദൻ, ലാൽ ജോസ് ഉൾപ്പെടെയുള്ളവരും പാലക്കാട്ടേക്ക് എത്തി അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ജില്ലയിലെ മണ്ഡലങ്ങളുടെ കണക്കുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇത്തവണ വോട്ട് കുറഞ്ഞതിനോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ VK ശ്രീകണ്ഠന് വിജയിച്ച് പാർലമെന്റിലേക്ക് കടക്കാനുള്ള ടിക്കറ്റ് നൽകിയ മണ്ഡലങ്ങളായിരുന്നു പട്ടാമ്പിയും മണ്ണാർക്കാടും പാലക്കാട് നിയോജക മണ്ഡലം എല്ലാം. അവിടെ ഇത്തവണ വലിയ രീതിയിൽ വോട്ട് കുറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തയ്യാറാക്കിയ റിപ്പോർട്ടാണ്.